പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴും പാകിസ്ഥാൻ വാർത്തകളിൽ നിറയുന്നത് അവിടുത്തെ ഭരണ അസ്ഥിരതയെ സംബന്ധിച്ചാണ്. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ആണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അത് പാകിസ്ഥാനിൽ നിന്നുള്ള പലായനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആണ്. അതായത് പാകിസ്ഥാനിൽ കാലങ്ങളായി കുടിയേറിയിട്ടുള്ള അഫ്ഗാനികളെ പാകിസ്ഥാൻ നിർബന്ധിച്ച് തിരിച്ചയക്കുന്നു എന്ന വിവരം ആണ് പുറത്തുവരുന്നത്. ഇപ്പോഴിതാ ഈ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ 54 ലക്ഷം അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ പാകിസ്ഥാൻ നാട് കടത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 2023 ഒക്ടോബർ മുതൽ ആണ് പാകിസ്ഥാൻ ഈ അഫ്ഗാൻ സ്വദേശികളെ നാട് കടത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അന്നു മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 54 ലക്ഷത്തോളം അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാൻ നാട് കടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തിലധികം അഫ്ഗാനിസ്ഥാനികൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങേണ്ടതായി വരും എന്നും ഈ കണക്കുകൾ പറയുകയാണ്. എന്താണ് ഇതിന് ഈ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനികളെ പറഞ്ഞുവിടുന്നതിനുണ്ടായ സാഹചര്യം? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവർ ഉണ്ട്. അവർ അവിടെ കുടുംബമായി താമസിക്കുന്നു. അവരുടെ മക്കൾ ഉൾപ്പെടെ ഇപ്പോഴും പാകിസ്ഥാനിൽ തന്നെയാണ് തുടരുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ ഇങ്ങനെ കഴിയുന്ന അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് പൂർണ്ണമായും പാകിസ്ഥാനിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ രേഖകൾ നൽകിയിട്ടില്ല. അതിനു പകരം പ്രൂഫ് ഓഫ് രജിസ്ട്രേഷൻ കാർഡുകൾ, അതോടൊപ്പം തന്നെ അഫ്ഗാൻ സിറ്റിസൺ കാർഡുകൾ എന്നിങ്ങനെ 2 തരത്തിലുള്ള രേഖകൾ ആണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ 2023 ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കം പാകിസ്ഥാൻ നടത്തുന്നു. ആ നീക്കത്തെ തുടർന്ന് ഈ 2 കാർഡുകളും, അതായത് അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺസിന്റെ തിരിച്ചറിയൽ രേഖകൾ എന്ന് പറയാവുന്ന പ്രൂഫ് ഓഫ് രജിസ്ട്രേഷൻ കാർഡുകളും അഫ്ഗാൻ സിറ്റിസൺ കാർഡുകളും പുതുക്കി നൽകുന്നില്ല എന്നതാണ് ഈ അഫ്ഗാനിൽ നിന്ന് കുടിയേറിയവർക്ക് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതിന് കാരണം എന്ത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമതായി പറയേണ്ടത്, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് ഭരണത്തിലുള്ളത്. ആ താലിബാൻ ഭരണകൂടവുമായി പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ആണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻകാരെ തിരിച്ചയക്കാൻ കാരണം. മറ്റൊന്ന്, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, സുരക്ഷാ ഭീഷണി, സാമ്പത്തിക പ്രതിസന്ധി. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് അടക്കം കുടിയേറിയവരെ പാകിസ്ഥാൻ തിരിച്ചയക്കുന്നത്. ഇനി ആ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ അതിർത്തിയിലുണ്ടാകുന്ന സൈനിക ഏറ്റുമുട്ടലുകൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടാകുന്ന സൈനികമായ ഏറ്റുമുട്ടലുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. മതപരമായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരേ നിലപാടുകൾ പിന്തുടരുന്നവർ ആണ് എങ്കിൽ പോലും അവർക്കിടയിലെ വൈരുദ്ധ്യം അതിശക്തമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അതിർത്തി തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ 2023 ശേഷം പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങൾ നമുക്കറിയാം. പലപ്പോഴും ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം മോസ്കുകളിൽ നിരന്തരമായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ, ഇതൊക്കെയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകര ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ പൗരന്മാർ ആണ് എന്നതാണ് പാകിസ്ഥാൻ പറയുന്നത്. തീവ്രവാദ സംഘടനകൾക്ക് അഫ്ഗാനിസ്ഥാൻ പണവും സംരക്ഷണവും നൽകുന്നു എന്നതാണ്. ഇതുകൊണ്ടുകൂടിയാണ് ഈ ഭീകര പ്രവർത്തനങ്ങളുടെ പിന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിയവർ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഇവരെ തിരിച്ചയക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങൾ ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ബലൂചിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യ ദിനം ആയി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം എന്ന് ബലൂചിസ്ഥാനിലെ വിപ്ലവകാരികൾ, ബലൂചിസ്ഥാൻ പോരാളികൾ ആഹ്വാനം ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിവരം പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആണ് ഈ ബലൂചിസ്ഥാനിലെ ആളുകൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദ സ്വഭാവമുള്ളവർ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാഷ്ട്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യമുന്നയിക്കുകയും അവർ ഒരു സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ തുടരുന്നത് ഭീഷണിയെന്ന് പാകിസ്ഥാൻ വിലയിരുത്തുന്നു. മറ്റൊരു കാര്യം സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര നാണ്യനിധിയായ IMF നിന്ന് കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയാണ്
പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ ജനതയ്ക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് അഫ്ഗാനിൽ നിന്ന് കുടിയേറിയവരെ കൂടി തീറ്റിപ്പോറ്റേണ്ടതായി വരുന്നത് എന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം പറയുന്നത്. കുതിച്ചുയരുന്ന വിലക്കയറ്റം, ഇന്ധന ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധന, രൂപയുടെ അതായത് പാകിസ്ഥാൻ കറൻസിയുടെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇപ്പോൾ പോലും പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും 8-9 മണിക്കൂറുകളിൽ വൈദ്യുതി ക്ഷാമം നേരിടുകയാണ്. ഈ ഗുരുതരമായ പ്രതിസന്ധി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഫ്ഗാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നത് എന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് 1979 സോവിയറ്റ് യൂണിയന്റെ ആക്രമണ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് പാകിസ്ഥാനിലേക്കുള്ള അഫ്ഗാൻ ജനതയുടെ കുടിയേറ്റം. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഈ 79 മുതൽ പാകിസ്ഥാനിൽ സ്ഥിരമായി തുടരുന്ന നിരവധിയായ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് അഫ്ഗാനികളുണ്ട്. അവർക്കടക്കം ആണ് ഇപ്പോൾ തിരികെ പോകേണ്ടതായി വരുന്നത്. 2001 US അധിനിവേശം അവിടെ ഉണ്ടായത്. ഈ 2001 US അധിനിവേശ കാലഘട്ടത്തിലും നിരവധിയായ ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരുന്നു. അതിനുശേഷം 2021 ആണ് അമേരിക്കയുടെ സൈനിക പിന്മാറ്റം ഉണ്ടാകുന്നത്. ആ സമയത്തും നിരവധിയായ ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതാ മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കകൾ ഇതാണ്. അതായത് അഫ്ഗാനുമായി നേരിട്ട് ബന്ധമില്ലാത്ത നിരവധിയായ ആളുകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിയുന്നു. നേരത്തെ സൂചിപ്പിച്ചു 1979 മുതൽ ഈ കുടിയേറ്റം ആരംഭിച്ചുവെന്ന്. അപ്പോൾ 79 അടക്കം പാകിസ്ഥാനിലേക്ക് എത്തിയ ആളുകൾക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല. അവരെ തിരിച്ചയക്കുമ്പോൾ അവർ അഫ്ഗാനിസ്ഥാനിൽ എവിടെ അഭയം പ്രാപിക്കും? അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവർക്ക് സ്വത്തോ ഒന്നും തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് തിരികെ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ അയക്കുന്നത്. മറ്റൊന്ന് മുൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 2001 US അധിനിവേശം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. 2021 US സൈന്യം പിന്മാറിയപ്പോൾ ആ നിലപാടിലും എതിർത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ട്. താലിബാൻ ഭരണകൂടത്തെ എതിർത്ത സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർ താലിബാനിൽ നിന്ന് ഭയന്നോടുകയും അങ്ങനെ അഭയം തേടുകയും ചെയ്തത് പാകിസ്ഥാനിലാണ്. ആ ഉദ്യോഗസ്ഥർ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ എത്തിയാൽ അവർ കൊടിയ പീഡനങ്ങളായിരിക്കും ഏൽക്കേണ്ടി വരുന്നത് എന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. മുൻ സുരക്ഷാ സേന അംഗങ്ങൾ, അതായത് അമേരിക്കൻ സേന കടന്നു വന്നപ്പോൾ അതിനെ പിന്തുണച്ചവരുണ്ട്, അമേരിക്കൻ സേന പുറത്തു പോയപ്പോൾ അതിനെ എതിർത്തവരുണ്ട്. അങ്ങനെയുള്ളവരും അഭയം തേടിയത് പാകിസ്ഥാനിലാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നവർ ആണ് ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ എത്തേണ്ടവർ. അവരും ഒരുപക്ഷെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകാം, അവരെ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടാകാം. ഇതാണ് മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ, അതായത് താലിബാൻ ഭരണകൂടത്തെ എതിർത്ത് ആ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ച നിരവധിയായ മാധ്യമപ്രവർത്തകർ, ആ കാലഘട്ടത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അതിവേഗം ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന നിലപാടിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ നാട് വിട്ടിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർ ഒക്കെ തിരികെ എത്തുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഗുരുതരമാകുന്ന വിഷയം കൂടി മനുഷ്യാവകാശ സംഘടന ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലേക്ക് സ്ത്രീകൾ എത്തിയാൽ ഉള്ള സാഹചര്യമാണ്. ഇപ്പോൾ പോലും സ്ത്രീകൾക്ക് ഒരവകാശങ്ങളുമില്ലാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ ഭരണകൂടത്തിൽ സ്കൂളിൽ പോലും പഠിക്കാൻ പെൺകുട്ടികളെ താലിബാൻ അനുവദിക്കുന്നില്ല. 6ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് പെൺകുട്ടികൾക്ക് പോകാൻ പറ്റാത്ത, അതായത് അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഇതിനപ്പുറത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാത്ത ഇടത്തേക്കാണ് ഈ സ്ത്രീകൾ തിരികെ എത്തേണ്ടത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിലക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് തൊഴിൽ വിലക്ക് നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് താലിബാൻ ഭരണകൂടത്തിനു കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും ഗുരുതരമാകുന്നത് ഈ സ്ത്രീകൾ നിയമപരമായ ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നതാണ്. അവിടെ തന്നെ ഗാർഹിക നിയമങ്ങൾ പോലും താലിബാൻ അട്ടിമറിച്ചു. അതായത് സ്ത്രീകളെ ആക്രമിക്കാൻ ഭർത്താക്കന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിയമമാണ് അവിടെയുള്ളത്. സ്ത്രീകളുടെ കയ്യോ കാലോ ഒടിഞ്ഞാൽ പോലും, ഈ ഭർത്താക്കന്മാരുടെ ആക്രമണത്തിൽ മർദ്ദനത്തിൽ ഒടിഞ്ഞാൽ പോലും അവിടെ നിയമപരമായ പരിരക്ഷ സ്ത്രീകൾക്ക് ലഭിക്കില്ല. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തിരികെ എത്തുന്ന സ്ത്രീകൾ അവർ ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാന്റെ പൗരന്മാർ എന്ന ഒരു രേഖയും ഉണ്ടാകില്ല. അവർ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരകളാക്കപ്പെടാനും അങ്ങനെ അവരെ കൊന്നുകളയാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന്റെ ഈ നാടുകടത്തലിൽ ഇടപെടണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.